നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്ന വാർത്ത മാധ്യമം വെളിച്ചം പദ്ധതിയുടെ കരിക്കോട് TKM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉദ്ഘാടന വാർത്തയാണ്. ഒപ്പം കൊണ്ട്ര ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് ഓണ ഉത്സവവുമായി ബന്ധപ്പെട്ട് സമ്മാനോത്സവം, സ്വർണ്ണോത്സവം നടത്തി. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട നറുക്ക് വീണ ഭാഗ്യശാലികളായ 20 പേർക്ക് സ്വർണ്ണ നാണയങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി, മറ്റു വാർത്തകളുമുണ്ട്. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. സ്വർണ്ണവില ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ട്ര. നാളെ ഡിസംബർ 6 നാഷണൽ മൈനേഴ്സ് ഡേ, ദേശീയ ഖനിത്തൊഴിലാളി ദിനമാണ്. ക്രിസ്മസ് പപ്പയെന്നും സാന്താക്ലോസ് അപ്പൂപ്പൻ എന്നും വിളിക്കപ്പെടുന്ന ഏഷ്യ മൈനാറിലെ ബിഷപ്പായ സെന്റ് നിക്കോളാസ് ചരമദിനം. തോമസ് ആൽവ എഡിസന്റെ റെക്കോർഡറിൽ നിന്ന് ലോകത്തെ ആദ്യത്തെ ശബ്ദലേഖനം നടത്തിയ ഗാനമൊഴുകി. മേരി ഹാഡ് എ ലിറ്റിൽ ലാംബ് എന്ന ഗാനമാണത്. 1877 ഇത്. ജാമിതീയ തത്വങ്ങളെ ചിത്രീകരണത്തിലൂടെ വിശദീകരിച്ച തോമസ് ഹോബ്സ് ചരമദിനം. കാശ്മീർ സിംഹം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള ജന്മദിനം. ഉത്തര യൂറോപ്യൻ രാജ്യമായ ഫിൻലൻഡ് സ്വാതന്ത്ര്യദിനം. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ ചരമദിനം. മഹാപരിനിർവാൺ ദിനം. കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ആദ്യ അണക്കെട്ട് തൃശൂരിലെ വാഴാനി ഡാം കമ്മീഷൻ ചെയ്തു. 1959 ഇത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. തുടർന്നുണ്ടായ കലാപത്തിൽ 700-ലധികം പേർ കൊല്ലപ്പെട്ടു. ഖനിത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കാനുള്ള ഫെഡറൽ ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഏറ്റവും പ്രയാസമേറിയതും അപകടകരവുമായ ജോലികളിലൊന്നാണിത്. അവരുടെ ശ്രമങ്ങളെ തിരിച്ചറിയുന്നതിനാൽ ഡിസംബർ 6 ദേശീയ ഖനിത്തൊഴിലാളി ദിനമായി പ്രഖ്യാപിച്ചു. നമ്മുടെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ അവരെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ദിനത്തിൽ ഖനിത്തൊഴിലാളികൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പങ്കുവഹിക്കുന്ന നിരവധി വഴികളെക്കുറിച്ച് ചിന്തിക്കാൻ നാം എല്ലാവരും ഒരു നിമിഷം ചിലവഴിക്കണം. ഖനനം ചെയ്ത വസ്തുക്കൾ റോഡുകൾ, വീടുകൾ, കാറുകൾ, കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അവരുടെ കഠിനാധ്വാനമില്ലെങ്കിൽ ഇത്തരം നിർമ്മിതികളിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരുടെ നേട്ടങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുകയും കഠിനാധ്വാനികളായ ഈ വ്യക്തികൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ഓർക്കുകയും ചെയ്യുമ്പോൾ ഖനനം ഏറ്റവും അപകടകരമായ ജോലിയാണെന്ന കാര്യം ഓർമ്മിക്കേണ്ടതാണ്. ഖനിത്തൊഴിലാളികൾക്ക് ദിവസവും തങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്നു. ആരോഗ്യ സുരക്ഷാ പ്രശ്നങ്ങളുമായും അനിശ്ചിതകാല ഭാവിയുമായും അവർ നിരന്തരം പോരാടുന്നു. എല്ലാ ഖനിത്തൊഴിലാളികളുടെയും സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും മേൽനോട്ടം വഹിക്കുന്നതിനായി 1969 കൽക്കരി മൈൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആക്ടും 1977 ഫെഡറൽ മൈൻ സേഫ്റ്റി ആൻഡ് ഹെൽത്തി ആക്ടും നിലവിൽ വന്നു. ഖനികളിൽ നിന്ന് കുഴിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് ഞങ്ങൾ എല്ലാ ദിവസവും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. ഖനിത്തൊഴിലാളികളുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ വസ്തുക്കൾ. ഈ പുരുഷന്മാരും സ്ത്രീകളും നമ്മുടെ ജീവിതത്തിൽ മിക്ക ആളുകളും മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെ നിർണായക പങ്കുവഹിക്കുന്നു. ദേശീയ ഖനിത്തൊഴിലാളി ദിനം 1907 ഡിസംബർ 6 വെസ്റ്റ് വെർജീനിയയിലെ മൊണോഗയിൽ നടന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഖനനാപകടത്തിന്റെ വാർഷികം അടയാളപ്പെടുത്തുന്നു. ദുരന്തത്തിൽ 362 ഖനിത്തൊഴിലാളികൾ മരിച്ചു. 2009 എല്ലാ വർഷവും ഡിസംബർ 6 ഈ ദിവസം ആചരിക്കാൻ പ്രഖ്യാപിച്ചു. ചിന്നൂസ് സ്വർണ്ണ നാണയ വിതരണം നടത്തി. ഓണത്തിന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷനും ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സും സംയുക്തമായി നടത്തിയ സ്വർണ്ണോത്സവം സമ്മാന പദ്ധതിയുടെ കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയിച്ചവർക്ക് സ്വർണ്ണ നാണയങ്ങൾ വിതരണം ചെയ്തു. ആശുപത്രി മുക്ക് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് ഷോറൂമിൽ സ്വർണ്ണ നാണയത്തിന്റെ വിതരണം PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് മാനേജിംഗ് ഡയറക്ടറും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായ O അബ്ദുൽ മുത്തലിഫ് അധ്യക്ഷത വഹിച്ചു. ചിന്നൂസ് അബ്ദുൾ റസാഖ്, ചിങ്കു മിയാൻ ദാത്ത് എന്നിവർ പങ്കെടുത്തു. സ്വർണ്ണ നാണയം 20 പേർക്കാണ് നൽകിയത്.
20 മുതൽ ജനുവരി 5 വരെ ചിന്നൂസ് ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. പഴമയ്ക്കിനി പൊന്നുവില. സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിൽ നിന്ന് വാങ്ങിയതായാലും മാറ്റി വാങ്ങുമ്പോൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് അതാത് ദിവസത്തെ മാർക്കറ്റ് വിലയേക്കാളും പവന് 400 രൂപ അധികം ലഭിക്കുന്നു. വിവാഹം അഴകാർന്ന ശുഭാരംഭമല്ലേ? പരിണയ ബ്രൈഡൽ കളക്ഷൻസ് ചിന്നൂസിൽ മാത്രം. ഓഫർ ദിനങ്ങളിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി നേടും. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾക്ക് പുറമെ ക്രിസ്മസ് കേക്കും. ഈ ആഘോഷനാളിൽ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ വെഡിംഗ് ഓഫറുകളും. പുതുമകളുടെ പുതുവത്സരത്തെ വരവേൽക്കാം ചിന്നൂസിന്റെ പുതുപുത്തൻ ലൈറ്റ് വെയിറ്റ് ആഭരണ വൈവിധ്യങ്ങളുമായി. ആഘോഷിക്കാം ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലം ചിന്നൂസിനൊപ്പം. മനം നിറയെ സന്തോഷവും കൈ നിറയെ സമ്മാനങ്ങളുമായി. ഇനിയും എന്തിനാ താമസം? ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ നിങ്ങൾ ആരോടൊപ്പം ആഘോഷിക്കും? ചിന്നൂസിനൊപ്പം തന്നെയല്ലേ? കരിക്കോട് TKM ഹയർ സെക്കൻഡറി സ്കൂളിൽ മാധ്യമം വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി. കുണ്ടറ ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ഒ. അബ്ദുൽ മുത്തലിഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് MS സജി അധ്യക്ഷത വഹിച്ചു. മാധ്യമം കുണ്ടറ ലേഖകൻ R. തുളസി പദ്ധതി വിശദീകരിച്ചു. പ്രിൻസിപ്പാൽ അൻവർ മുഹമ്മദ്, ഷബീന, PU, അൻസാരി, A. സീമ, സുമയ്യ, മിഷ, ഷീബ ബീഗം, സജിത, ഷീബ, ഉമ, ആഷിർ, മാധ്യമം ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ നവാസ് വരവിള എന്നിവർ സംസാരിച്ചു. ഇല്ല, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്കൂളിൽ നിന്ന് വിളിച്ചിറക്കി. പെട്ടെന്നൊരു അസംബ്ലി പോയിന്റ് അല്ലേ? എന്തിനു വേണ്ടിയാണ്? ചിന്നൂസ് ജ്വല്ലറിയുമായി മാധ്യമം പത്രം നടത്തുന്ന ഒരു പ്രവർത്തനം. വായന അല്ലെങ്കിൽ പുസ്തക വായന തീരെ ഇല്ലാതായിരിക്കുന്ന ഒരു കാലം അല്ലേ? വായനയുടെ അഭാവം നമ്മളെ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയേറെ ബാധിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും നമുക്ക് അറിവ് മതിയായ തരത്തിൽ ലഭിക്കാത്ത ഈ സാഹചര്യത്തിൽ ഡെയിലി ലൈഫിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടാകും. ഒരുപക്ഷെ നിങ്ങളത് തിരിച്ചറിയുന്നില്ല എങ്കിലും ഇന്നത്തെ സമൂഹത്തിൽ പുതിയ തലമുറയ്ക്ക് അനുഭവപ്പെടുന്ന പല ബുദ്ധിമുട്ടുകളും വായനയുടെ അഭാവം മൂലമാണ് എന്ന് തിരിച്ചറിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമം ദിനപത്രവും ചിന്നൂസ് ജ്വല്ലറി കുണ്ടറയും ഒത്തുചേർന്നുകൊണ്ട് നടത്തുന്ന വെളിച്ചം പദ്ധതി ഉദ്ഘാടനം നടത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഇവിടുത്തെ ലക്ഷ്യം. IAS സിവിൽ സർവീസ് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിലുണ്ട്. അവർക്കെല്ലാവർക്കും ദിനപത്രത്തിന്റെ ആവശ്യം വിദ്യാർത്ഥിയിലൂടെ നൽകുന്നത് ആ വെളിച്ചം പദ്ധതിയിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ പേരിലും സ്കൂളിന്റെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. ഈ വായന എല്ലാം നല്ലതൊക്കെയാണ്, എല്ലാവരും വായിക്കണം. പക്ഷേ നമ്മൾ വായിക്കുന്നത് ഏതാണെന്നുള്ളത് തിരഞ്ഞെടുപ്പുണ്ട്. പത്രങ്ങളായാലും മാഗസിനുകളായാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഫേസ്ബുക്ക്, പിന്നെ ട്വിറ്റർ, നൂലുണ്ടല്ലോ, ത്രെഡൊക്കെ നിങ്ങൾ ഫോട്ടോ ഒക്കെ ഇടുമോ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ത്രെഡിൽ വരുന്ന സംഭവങ്ങളുള്ള ഫോട്ടോകളാണ്. ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നല്ല വായന വേണം. വായിക്കുന്നത് തെറ്റോ ശരിയോ എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് മാധ്യമങ്ങളാണ്, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ. തെറ്റായ വാർത്തകളും കള്ളത്തരങ്ങളും ഒരുപാട് വരാറുണ്ട്. അത് തിരിച്ചറിയാൻ നമ്മൾ പത്രം കൂടി വായിക്കണം. കാരണം പത്രത്തിൽ ഒരുപാട് കള്ളം പറയും, ചെറിയൊക്കെ ഡീവിയേറ്റ് ചെയ്തവരെഴുതും നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാൽ. പക്ഷേ നമ്മൾ വായിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഈ പത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം. അതുകൊണ്ട് സോഷ്യൽ മീഡിയ വായിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിലെ പകുതി കാര്യങ്ങൾ പോലും നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. അങ്ങനെയാണ് കാര്യങ്ങളെ കിടപ്പ്. അതുകൊണ്ട് നിങ്ങളുടെ വായന, നിങ്ങളുടെ അറിവ് സത്യസന്ധമാവണമെങ്കിൽ, പക്ഷപാതരഹിതമാവണമെങ്കിൽ നമ്മൾ കൃത്യമായി പത്രം വായിക്കണം. കാരണം പത്രത്തിനകത്ത് ഒരുപാട് കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ല. അവർ വിചാരിച്ചാലും നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് പത്രവായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുമ്പോൾ അത് സത്യമാണെന്ന് വിലയിരുത്തൽ കൂടി നടക്കണം. നിങ്ങൾക്ക് അറിയാം, ഫാക്ച്വൽ ചെക്ക് നടത്തിയാൽ നമുക്ക് ഒരുപാട് കള്ളത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വായന സത്യസന്ധമാവട്ടെ. വായിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ മേലോട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അതെല്ലാം നിങ്ങൾക്കുണ്ടാവണം. ഈ മാധ്യമത്തിൻ്റെ ഈ വെളിച്ചം പദ്ധതി, ഈ പറഞ്ഞ അബ്ദുൽ മുത്തലിഫ് സാർ ഒരുപാട് പൈസ ചിലവാക്കി. ഒരുപാട് സ്കൂൾ ഇന്ന് തന്നെ പബ്ലിക് സ്കൂൾ കഴിഞ്ഞു. ഇനി ശാസ്ത്രങ്ങൾ പോകണം, പിന്നെ വേറെ സ്കൂളിൽ പോകണം. ഇന്നലെ 3-4 സ്കൂളിൽ കഴിഞ്ഞു. അദ്ദേഹം ഈ പൈസ ചിലവാക്കുന്നത്
അദ്ദേഹമാണ് പൈസ ഈ പത്രത്തിന് പൈസ കൊടുക്കുന്നത്. ഓരോ സ്കൂളിലും 10-20 പത്രം എടുക്കും. അപ്പോൾ അത് നമ്മളുടെ നന്മയ്ക്കുണ്ടായാൽ അതിൻ്റെ ഗുണം അദ്ദേഹത്തിന് ഉണ്ടാവും. അതുകൊണ്ട് നിർബന്ധമായി നിങ്ങളത് വായിക്കുക, അതിൻ്റെ പ്രയോജനപ്പെടുത്തുക. അതിന് ഈ വെളിച്ചം പദ്ധതിയിൽ മുന്നോട്ട് വന്ന മാധ്യമത്തിനും അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബ് സാറിനും നമ്മുടെ പ്രിയപ്പെട്ട തുളസിയണ്ണൻ ഇദ്ദേഹം ഒരു സിനിമാ സംവിധായകനാണ്. മോള് കളരി ആശാനാണ്. എല്ലാ പിന്നെന്തോ നമ്മൾ പറയുന്നത് സർവകലാ വല്ലഭൻ എന്ന് പറയാൻ എല്ലാ പരിപാടിയും ഉണ്ട്. സകല കലാവല്ലഭൻ എന്ന് പറഞ്ഞാൽ മർമ്മ ചികിത്സ, കളരി, യോഗ, ഈ പറഞ്ഞ പത്രപ്രവർത്തനം, എഴുത്ത്, ഇതെല്ലാം ഉണ്ട്. അപ്പം അദ്ദേഹത്തിനും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. മാർഗം കളിയിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടിയ ഇളമ്പള്ളൂർ SNSM ഹയർ സെക്കൻഡറി സ്കൂൾ ടീം അംഗങ്ങൾ. സൗജന്യമായി മരുന്ന് നൽകി. കുണ്ട്ര സെൻട്രൽ റോട്ടറി ക്ലബിന്റെ സൗജന്യ മരുന്ന് വിതരണം കരിയപ്പുറ ഗാന്ധി ഭവൻ ശരണാലയത്തിൽ നടന്നു. മാനേജർ പ്രസന്ന രാമചന്ദ്രന് മരുന്നുകൾ കൈമാറി. റോട്ടറി ക്ലബ് പ്രസിഡന്റ് B മോഹനചന്ദ്രൻപിള്ള, അസിസ്റ്റന്റ് ഗവർണർ നജിമുദ്ദീൻ, സെക്രട്ടറി ബിജു PR, പ്രോജക്ട് ചെയർമാൻ M ശങ്കർ, N രാമകൃഷ്ണപിള്ള, N ധനപാല പണിക്കർ, ജേക്കബ് എന്നിവർ പങ്കെടുത്തു. കുണ്ടറയും പേരയവും TB മുക്ത പഞ്ചായത്തുകൾ. ക്ഷയരോഗ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച കുണ്ടറ പഞ്ചായത്തിന്റെ അവാർഡ് ജില്ലാ കളക്ടർ ദേവിദാസിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഏറ്റുവാങ്ങി. വൈസ് പ്രസിഡന്റ് R ഓമനക്കുട്ടൻപിള്ള, ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ വിനോദ്, പഞ്ചായത്ത് അംഗം ഷാർലറ്റ് നിർമ്മൽ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബാബുലാൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു എന്നിവർ പങ്കെടുത്തു. 2023 TB രോഗമുക്ത പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ട പേരയം ഗ്രാമപഞ്ചായത്തിലുള്ള പുരസ്കാരം കൊല്ലം ജില്ലാ കളക്ടർ ഡോക്ടർ N ദേവിദാസിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഏറ്റുവാങ്ങി. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ആമിന, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൈച്ചൽ ജോൺസൺ, വികസനകാര്യ സമിതി അധ്യക്ഷൻ B സ്റ്റഫോർഡ്, ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ N ഷേർലി, പഞ്ചായത്ത് സെക്രട്ടറി MG ബിനോയ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനു എന്നിവർ പങ്കെടുത്തു. ബുദ്ധികൾ പലവിധമാണല്ലോ. പല പല പേരുകളിലാണെങ്കിലും പണം പോകുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്നും. മരുന്നിന്റെയും മറ്റു ചില സാധനങ്ങളുടെയും കവറിന് പുറത്ത് പ്രാദേശിക നികുതികൾക്ക് പുറമേ എന്ന് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? വസ്തുക്കൾ വിൽക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ പ്രാദേശികമായി ചില പ്രത്യേക നികുതികൾ ഏർപ്പെടുത്താറുണ്ട്. വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് വസൂലാക്കുന്ന എക്സൈസ് തീരുവയ്ക്ക് പുറമെ ഇത്തരം പ്രാദേശിക നികുതികൾ കൂടി നൽകേണ്ടി വരും. പ്രാദേശിക നികുതികൾ പല നിരക്കിലായതിനാൽ കൃത്യമായ വസ്തുവിന്റെ മേൽ അച്ചടിക്കാൻ കഴിയില്ല. അതിനാൽ എക്സൈസ് തീരുവ കൂട്ടി വില നിശ്ചയിക്കുകയും പ്രാദേശിക നികുതികൾ പുറമേ എന്ന് ചേർക്കുകയുമാണ് പതിവ്. വാർഡ് വിഭജനം പ്രതിഷേധിച്ചു. പഞ്ചായത്ത് വാർഡ് വിഭജനം രാഷ്ട്രീയവൽക്കരിച്ചതിനെതിരെ കൊറ്റങ്കര പേരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി KRV സടജൻ ഉദ്ഘാടനം ചെയ്തു. നിസാർ പാലവിള അധ്യക്ഷത വഹിച്ചു. വിനോദ് കോണിൽ സ്വാഗതം പറഞ്ഞു. രഘു പാണ്ഡവപുരം, കായിക്കര നവാബ്, ഫൈസൽ കുളപ്പാടം, കുരീപ്പള്ളി സലീം, AL നിസാമുദ്ദീൻ, കുരീപ്പള്ളി ഷഹാൽ, ഇന്ദിര, ഷാനവാസ് മേക്കോൺ, ചെറുമൂട് മോഹനൻ, സുദേവൻ, ഗോപാലകൃഷ്ണൻ പേരൂർ, ഇബ്രാഹിം കുട്ടി, ഐശ്വര്യ, ഷറഫ് കുണ്ടറ, ശശികല, ഹാറൂൺ, റഹീം ഖാൻ, സോമൻ, മുരളീധരൻ പിള്ള, റഹീം, ലളിത, ഉമ, ഗോപാലകൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു. കുതിരവണ്ടിക്കാരനാവണം. ഒരു ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ, നിങ്ങൾക്ക് വളർന്നു വലുതായാൽ ആരാവണം? ഒരാൾ ടീച്ചർ, മറ്റൊരാൾ ഡോക്ടർ, അങ്ങനെ വലിയ വലിയ ജോലികൾ ഓരോരുത്തരായി പറയുന്നു. അധ്യാപകൻ ഒരു കുട്ടിയുടെ അടുത്തെത്തി. നിനക്ക് ആരാവണം എന്നാണ് ആഗ്രഹം കുട്ടി? കുട്ടി: എനിക്കൊരു കുതിരവണ്ടിക്കാരനാവണം. അധ്യാപകൻ: എന്ത്? വെറും ഒരു കുതിരവണ്ടിക്കാരനോ? നിനക്ക് ലജ്ജയില്ലേ കുട്ടി? മോശം മോശം.
അന്ന് മുഴുവൻ ആ കുട്ടികൾ എല്ലാവരും ചേർന്ന് കളിയാക്കി. അവൻ അപമാനിതനായി. സങ്കടത്തോടെ അവൻ വൈകുന്നേരം വീട്ടിലെത്തി. അവനെയും കാത്ത് വാതിൽക്കൽ അവന്റെ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. മകന്റെ മുഖം വാടിയത് കണ്ട അമ്മ ചോദിച്ചു, എന്തു പറ്റി ഉണ്ണി നിനക്ക്? കുട്ടി, ടീച്ചർ എന്നെ ചീത്ത പറഞ്ഞു. കുട്ടികൾ മുഴുവൻ കളിയാക്കി. അമ്മ, എന്തിന്? കുട്ടി, ആരാവണമെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ ഞാനൊരു കുതിരവണ്ടിക്കാരനാവണമെന്ന് പറഞ്ഞു. അമ്മ ചിരിച്ച് മകനെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, അതിനെന്താ, എന്റെ ഉണ്ണി ഒരു കുതിരവണ്ടിക്കാരൻ തന്നെയാവണം. പക്ഷേ എങ്ങനെയുള്ള ഒരു കുതിരവണ്ടിക്കാരനാവണമെന്നോ അമ്മ കാണിച്ചു തരാം, വരൂ. അമ്മ മകനെ പൂജാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാതിൽ തുറന്ന് അവിടെയുള്ള വലിയൊരു ചിത്രത്തിലേക്ക്, അർജുനന് ഗീതോപദേശിച്ച ആ കുതിരവണ്ടിക്കാരന്റെ ചിത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഉണ്ണി, നീ ഇതുപോലെ ഉള്ള ഒരു കുതിരവണ്ടിക്കാരനായിട്ട് ഈ ലോകത്തെ മുഴുവൻ നയിക്കണം. അതാണ് അമ്മയുടെ ആഗ്രഹം. അമ്മയുടെ ആ വാക്കുകൾ കുട്ടിയുടെ ശരീരത്തിലൂടെ 1000 വാട്ട് വൈദ്യുതി പോലെ പ്രവഹിച്ചു. കുട്ടിയുടെ സങ്കടവും അപമാനവും ഒറ്റയടിക്ക് മാറി. ആരായിരുന്നുവെന്നോ ആ ബുദ്ധിമതിയായ ഒരൊറ്റ വാക്കുകൊണ്ട് മകന്റെ ചിന്താഗതി മുഴുവൻ മാറ്റിമറിച്ച ആ അമ്മ? ഭുവനേശ്വരി ദേവി. ആരായിരുന്നു ആ കുട്ടി? നരേന്ദ്രൻ. അതെ, നമ്മുടെ സ്വന്തം വിവേകാനന്ദ സ്വാമികൾ തന്നെ. നാട്ടുവട്ടം വാർത്തകൾ ഇതിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള 12 ഹ്രസ്വ ചിത്രങ്ങൾ 6 മുതൽ തുടരുത് വരെയുള്ള ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. ചിത്രങ്ങളെല്ലാം നിങ്ങളത് കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കളും വീട്ടിലുള്ള എല്ലാവരുടെയും ഫോണിലേക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരെല്ലാം ആ ചിത്രമൊന്ന് കാണാൻ പ്രേരിപ്പിക്കണം. ഒരു മാസം ഒരു ഹ്രസ്വചിത്രം, ഒരു വർഷം 12 ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നേറിയ ലൈല ക്രിയേഷൻസ് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ലക്ഷ്യ പൂർത്തീകരണത്തിൻ്റെ സന്തോഷമായി ഞങ്ങൾ ഈ മാസം 29-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ കുണ്ട്ര ആശുപത്രിമുക്കുള്ള വീണസ് കോളേജിൽ നടക്കുന്ന മെഗാ ഈവന്റിൽ ഞങ്ങളുടെ ഈ സിനിമയിൽ അഭിനയിച്ച മുഴുവൻ കഥാപാത്രങ്ങളും അവരുടെ അഭിനേതാക്കളും അവരുടെ കുടുംബങ്ങളും സാങ്കേതിക വിദഗ്ധരും അവരുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ് ആലോചിക്കുന്നത്. ലൈല ക്രിയേഷൻസിനോടും സിനിമയോടും താല്പര്യമുള്ള മുഴുവൻ പേരും ആ പരിപാടിയിൽ പങ്കെടുക്കണം. അതിന് നിങ്ങളെല്ലാം സാദരം സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാം എത്തിച്ചേരും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.